അബിൻ വർക്കി, കോൺഗ്രസ് നേതാവ്. ശ്രീ അബിൻ വർക്കി, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് സമയമൊന്നും ചോദിച്ചിട്ടില്ല, 30 ദിവസത്തെ സമയമേ ചോദിച്ചിട്ടുള്ളൂ. നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ 30 ദിവസം കാത്തിരിക്കാനുള്ള മാന്യത ഉണ്ടാവേണ്ടേ? അതൊരു മര്യാദയല്ലേ എന്ന വാദത്തെ എങ്ങനെ കാണുന്നു? എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നിഷാദെ? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അജിത് കുമാറിൻ്റെ കീഴിലെ ഓഫീസർമാർ. ആ ഓഫീസർമാർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടത് അജിത് കുമാറിനെ. കള്ളനെ രക്ഷിക്കാൻ കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോലും കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ പ്രഹസനമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇവിടെ ശ്രീ ഹസ്കർ പറയുന്നത് ഇത് RSS ഇവിടെ വിശദീകരിക്കണമെന്നാണ്. RSS ആണോ ഇതിൽ വിശദീകരണം ആദ്യം നൽകേണ്ടത്? അല്ലെങ്കിൽ RSS ഇതിനകത്ത് ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഓരോ ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിച്ച് അവരുടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഓരോ പൊളിറ്റീഷ്യൻസിനെ പ്രീണിപ്പിച്ച് അവരുടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ RSSൻ്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം ലഭിക്കുമെന്ന് നിഷ്കരങ്കരെ നിങ്ങളാരെങ്കിലും വിചാരിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ വിശദീകരണം കൊടുക്കാൻ പറ്റുന്ന ആർക്കാണ്? അത് ശ്രീ M.R. അജിത് കുമാർ തന്നെയാണ്. ശ്രീ M.R. അജിത് കുമാറിന് പത്രക്കാരെ കാണാൻ സാധിക്കില്ല, IPS മാനുവലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് M.R. അജിത് കുമാർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിയല്ലോ, പത്രക്കാരെ കണ്ടുവല്ലോ. എനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് M.R. അജിത് കുമാർ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന IPS മാനുവലുള്ള വ്യക്തി അവിടെ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടല്ലോ. അപ്പോൾ M.R. അജിത് കുമാറിന് ഒരു വാക്കുകൊണ്ട് ഇതങ്ങ് നിഷേധിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇത് നിഷേധിക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എങ്ങനെയാണ് കണ്ടത്? വളരെ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ വണ്ടി ഹയാത്ത് ഹോട്ടലിലിട്ട് ആ ഹോട്ടലിൽ നിന്ന് മറ്റൊരു വണ്ടിയിൽ കയറി RSSൻ്റെ സർസംഘചാലകനെ കണ്ട് 1 മണിക്കൂർ നേരം സംസാരിച്ചു എന്നത് മാത്രമല്ല, അതിൻ്റെ തുടർ ചർച്ചയ്ക്കായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോവളത്ത് റാം മാധവനെ കണ്ടു എന്നുള്ളതും വളരെ ഗുരുതരമായ വിഷയമാണ്. അപ്പോൾ ഇത് രണ്ടും നിൽക്കുമ്പോഴാണ് ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സംരക്ഷണ കവചം? ആ കവചം വളരെ വ്യക്തമാണ്. ഈ കവചം ഒരുക്കുന്നത് ആരാണ്? CPI പരസ്യമായി എതിർത്തു, ആനി രാജ പരസ്യമായി എതിർത്തു, LJD പരസ്യമായി എതിർത്തു, ഭരണകക്ഷിയിലെ MLA മാരായ PV അൻവർ, KT ജലീൽ എന്നിവർ പരസ്യമായി എതിർത്തു. അപ്പോൾ ഇത്രയും ആളുകൾ എതിർത്തിട്ടും, ഇപ്പോൾ ശ്രീ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എതിർക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും ആളുകൾ എതിർത്തിട്ടും സംരക്ഷണ കവചമൊരുക്കുന്നത് ആരാണ്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ ഈ അജിത് കുമാറിൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോഴാണ് നമ്മൾ ചില പഴയ കാര്യങ്ങൾ നോക്കേണ്ടത്. എന്താണ്? 2018-19 ആരംഭിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിൻ്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? എങ്ങും എത്തി നിൽക്കുന്നില്ല. ആ അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നുവെന്ന് PV അൻവർ ആരോപിക്കപ്പെടുന്നത്. ലൈഫ് മിഷൻ കോഴ ഇടപാട്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം, SFIO എന്ന് പറഞ്ഞ് BJP-ക്കാർ തന്നെ ഇവിടെ എത്രമാത്രം കോലാഹലം സൃഷ്ടിച്ചു. ആ SFIO എവിടെ പോയി നിഷാദെ? ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം മാറ്റിവെച്ചു നിഷാദെ? അതും മാത്രമല്ല, ഇവിടെ തൃശ്ശൂരിൽ പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന് മുരളീധരൻ അല്ലല്ലോ ആദ്യം പറഞ്ഞത്. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ്. ഇടതുപക്ഷത്തിൻ്റെ MLA ആയ PV അൻവറാണ്. LJDയുടെ നേതാവായ വർഗീസ് ജോർജാണ് പറഞ്ഞത് പൂരം കലങ്ങിയതല്ല കലക്കിയതാണ്. കലക്കിയതാരാണ്? M.R. അജിത് കുമാറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി ചെയ്ത അഴിമതികൾ മൂടിവെക്കാൻ RSSുമായി രഹസ്യ ബാന്ധവം ഉണ്ടാക്കി. ആ ബാന്ധവം ഉണ്ടാക്കുന്നതിന് വേണ്ടി ADGP അജിത് കുമാറിനെ വിട്ടു. ആ അജിത് കുമാർ നടത്തിയ ചർച്ചയാണ് ഇന്നിപ്പോൾ വിവാദമായിരിക്കുന്നത്. അതുകൊണ്ട് കള്ളന് കഞ്ഞി വെച്ചവനാണ് അജിത് കുമാർ. അതുകൊണ്ട് ആ കഞ്ഞി വെച്ചവനെ സംരക്ഷിക്കേണ്ട ചുമതല കള്ളനുണ്ട്. ആ ചുമതലയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിന് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇടതുപക്ഷത്തിൻ്റെ മുൻകാല പ്രയോഗങ്ങൾ, മുൻകാല പ്രസംഗങ്ങൾ. പിണറായി വിജയൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി NK പ്രേമേന്ദ്രനെതിരെ ശ്രീ ഹസ്കർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പറഞ്ഞത് എന്താ? പാർലമെന്റിന്റെ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഒരു MP-യുടെ കൂടെ ചായ കുടിച്ചത് അത് വലിയ അപരാധമായി കാണിച്ച് NK പ്രേമേന്ദ്രൻ അത് BJP-യിലേക്ക് പോകാൻ പോകുന്നു. NK പ്രേമേന്ദ്രൻ സംഖ്യയാണ് എന്ന് വരെ പറഞ്ഞ് കേരളത്തിലൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയ ഇടതുപക്ഷവും ഇടതുപക്ഷ ചിന്തകരും ഇന്ന് പറയുകയാണ് കണ്ടാലെന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഏതിനാണ് കുഴപ്പം? സർസംഘചാലക് ഹൊസബല്ല ദത്താത്രയെ ലോ ആൻഡ് ഓർഡർ ADGP കാണുന്നു. അതിനെന്താണ് കുഴപ്പം? അതിൽ നടപടിയെടുക്കുന്നില്ല. അതിനെന്താണ് കുഴപ്പം? ആരാ പറയുന്നേ? AN ഷംസീർ. പ്രിയപ്പെട്ട നിഷാദെ, കേരളത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പ്രതിപക്ഷം കാലങ്ങളായി ആരോപിക്കുന്നതാണ്. ഇവിടെ RSSുമായി ഇവർ രഹസ്യ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദി 3 പ്രാവശ്യമാണ് സഖാവ് പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത്. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും ഇദ്ദേഹം സംസാരിച്ച് നമ്മൾ കേട്ടോ?
അതും മാത്രമല്ല, ഇവിടെ ബാക്കി എല്ലാ BJP ഇതര നേതാക്കന്മാരും അവരുടെ സ്വന്തം സംസ്ഥാനത്തെ പ്രചരണം കഴിഞ്ഞ് അവരുടെ പാർട്ടി മത്സരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഒരു യോഗങ്ങളിലെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടോളൂ, ശ്രീ പിണറായി വിജയൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബംഗാളിലോ ത്രിപുരയിലോ രാജസ്ഥാനിലോ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പോകാതെ ഇന്തോനേഷ്യക്ക് ടൂർ പോയിട്ടുണ്ടെങ്കിൽ RSSനെതിരെ സംസാരിക്കാനുള്ള മടി കൊണ്ടാണെന്നുള്ളത് വ്യക്തമാണ്. ജനതാദൾ എന്ന് പറയുന്ന കർണാടകയിലെ RSSന്റെയും BJPയുടെയും ഘടകകക്ഷി ഈ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മന്ത്രിസഭയിൽ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പിണറായി വിജയന്റെ മന്ത്രിസഭയിലാണ്. ഇന്നും അവരെ അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയെല്ലാം പിണറായി വിജയന്റെ സർക്കാർ സംരക്ഷിക്കുന്നത് ഈ കാരണങ്ങൾക്കാണെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്.